നമുക്കിന്ന് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. വെള്ളയപ്പം പാലപ്പം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ഒരു കാസർ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ജാറിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങയും 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ 1/2 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ 1 തവിയോളം ചോറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരക്കുമ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ച് ഇതായി ലൂസാക്കി കളയരുത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം. അപ്പം ഞാൻ രാത്രിയാണ് ഇതെല്ലാം അരച്ച് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ദാ നന്നായിട്ട് പുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഇതിനകത്ത് ഉപ്പിടുന്നത് കേട്ടോ. അരച്ച് വെക്കുമ്പോൾ ഉപ്പിടില്ല. ഇനി നമുക്ക് ഇത് ചട്ടിയിൽ ഒഴിച്ച് റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഒരൊറ്റ തവി മാവാണ് ഞാൻ ഒഴിക്കുന്നത് ഒരപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നന്നായി ചുറ്റിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു 2 സെക്കൻഡ് വെന്താൽ മതിയാവും. ഇതാ നോക്ക്, നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടൊക്കെ കറക്റ്റായിരുന്നു. ഇതാ നല്ല ചൂട് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡെല്ലാം നല്ല മൊരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നല്ല സൈഡൊക്കെ നല്ല മൊരിയുന്നുണ്ട്. ചൂടോടെ കഴിക്കാൻ കറി ഒന്നും വേണ്ട, നമുക്ക് വെറുതെ തിന്നാം. കൈയൊക്കെ പൊള്ളുന്നുണ്ട് ചൂട് കാരണം. കണ്ടോ, നല്ല സോഫ്റ്റ് പാലപ്പം റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.